കഴിഞ്ഞ 2 അധ്യായങ്ങളിലായിട്ട് ഐ വി ശശിയുടെ കഥകൾ, ഒരുപാട് കഥകൾ പറയാനുണ്ട്. കാര്യം ഇങ്ങനൊരു സംവിധാനം മലയാളത്തിൽ വേറില്ല. തിയേറ്ററിൽ നടന്മാരുടെ പേരിനേക്കാൾ ഉപരി സംവിധായകൻ്റെ പേര് അന്വേഷിച്ച് സിനിമയ്ക്ക് വരുന്നത് ഐ വി ശശിയുടെ സിനിമകൾ വന്നതിന് ശേഷമാണ്. ആ പേര് 2 അക്ഷരം തെളിയുമ്പോൾ ഐ വി ശശി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ കയ്യടി ഉയർന്നിരുന്നു. അങ്ങനെ താരങ്ങളെ വകഞ്ഞു മാറ്റി സംവിധായകൻ്റെ അഡ്രസ്സിൽ സിനിമ ഓടാൻ തുടങ്ങിയ അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം നമുക്ക് ഐ വി ശശിക്ക് ചാർത്തി കൊടുക്കാം. അങ്ങനെ ചെറിയ ചെറിയ സിനിമകളിൽ കൂടെ തുടങ്ങി അദ്ദേഹം മലയാള സിനിമയിലെ ഏറ്റവും കരുത്തുള്ള സൂപ്പർ സ്റ്റാറുകളെ വെച്ച് സിനിമ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ചെറുകിട സിനിമകൾ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഷെരീഫ് ആലപ്പുഴയും ഐ വി ശശി ഏകദേശം 25ഓളം സിനിമകൾക്ക് 25-26 സിനിമ സ്ക്രിപ്റ്റ് എഴുതി. അവർ തമ്മിലുള്ള ഐക്യം ഒന്നായിരുന്നു. അങ്ങനെ ഒരു ദൃഢമായ ബന്ധത്തിൽ ഉൾപ്പെട്ടു. അത് അവരുടെ രസതന്ത്രം, അവരുടെ ചേർച്ച, ആ വിഷയങ്ങളെ, ഷെരീഫ് എഴുതുന്ന വ്യത്യസ്തങ്ങളായ കഥകളെ അദ്ദേഹം, കാരണം ഇവർ നേരത്തെ പരിചയമുണ്ട്. കാര്യം വെച്ചാൽ ഈ ഷെരീഫ് ചന്ദ്രിക എന്നൊരു കോഴിക്കോട് പത്രത്തിൽ കഥകൾ എഴുതിയിരുന്നു. അപ്പോൾ അതിന് ചിത്രങ്ങൾ വരച്ചിരുന്ന ഐ വി ശശിയായിരുന്നു. അന്ന് തൊട്ടേ അറിയാം. പിന്നീടാണ് ഈ മുരളി മൂസിൻ്റെ ഉത്സവത്തിൽ കയറുന്നത്. പക്ഷേ സ്ഥിരം ഐ വി ശശിക്ക് വേണ്ടി മാത്രം എഴുതുന്ന ഒരു കഥാകൃത്തായിട്ട് മാറി ഷെരീഫ്. അങ്ങനെ അവരുടെ ഒരു സിനിമയാണ് അവളുടെ രാവുകൾ. മലയാള സിനിമയിലെ ഒരു പ്രത്യേക പന്താവ്. രാവുകൾ സിനിമയുടെ ഒരു ഘോഷയാത്ര ഉണ്ടായി മലയാളത്തിൽ. പിന്നെ അങ്ങനെ ഒരു പ്രവണതയുണ്ട്. ഒരു സിനിമ വന്നാൽ അതിനെ അനുകരിച്ചുകൊണ്ട് കുറേ സിനിമ. സിദ്ദിഖ് ലാൽ റാംജി റാവു സ്പീക്കിംഗ് അവതരിപ്പിപ്പോൾ അതിനെ പിന്തുടർന്ന് ഒരു കുട്ടി, ഒരു പെട്ടി, കുറേ കൂട്ടുകാർ, ഒരു സ്ത്രീ വരുന്നു. ഇങ്ങനെ കുറേ ദുരൂഹമായ സാഹചര്യവും ഇങ്ങനെ കഥകൾ ഒരുപാട് വന്നതും അത് പരാജയപ്പെട്ടു. അതേ കണക്ക് തന്നെ അവളുടെ രാവുകൾ എന്ന സിനിമ, രാവുകൾ എന്നുള്ള പേര് വെച്ച് ഒരുപാട് സിനിമ പിന്നീട് അങ്ങോട്ട് ഇറങ്ങി. അതുകൊണ്ട് സെക്സ് സിനിമകളുടെ ഒരു വേലിയേറ്റം തന്നെ ഇതിൻ്റെ പേരിൽ ഉണ്ടാവുക. അതൊക്കെ ചവർ കണക്കിന് പരാജയപ്പെടുക, ചിലതൊക്കെ വിജയിക്കുകയും വിദേശ നാടുകളിൽ മാർക്കറ്റ് ഉണ്ടാക്കുന്ന തരംഗം പിന്നീട് ഉണ്ടായി എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. പക്ഷെ ഐ വി ശശി അങ്ങനെ ഒരു സെക്സ് ലെവലെടുത്ത കഥയല്ല. ഒരു സാഹചര്യം കൊണ്ട് വേശ്യ ആകേണ്ടി വന്ന ഒരു പെണ്ണിൻ്റെ കഥ, അവളുടെ വൃത്തികെട്ട ജീവിത രീതികളെ പറ്റിയല്ല, അവളുടെ ദയനീയമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോകാൻ ഷെരീഫ് ചെയ്തത്. അതാണ് തുറന്നു കാണിച്ചത്. അത് പോസ്റ്റർ ഉണ്ടായിരുന്നു. പക്ഷെ ആ പോസ്റ്ററാണ് അതിനകത്ത് ഈ സിനിമയെ വേറൊരു ആംഗിളിലാക്കി മാറ്റിയത്. സീമ എന്ന നടിയുടെ ഉദയവും കൂടിയായിരുന്നു. കാരണം ആ സിനിമയിൽ ഈ കഥാപാത്രം അവതരിപ്പിക്കാൻ ഒരുപാട് ശ്രീദേവി തിരക്കി, റാണിചന്ദ്ര തിരക്കി. പക്ഷെ ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ആരും താല്പര്യം കാണിച്ചില്ല. ശരിയാണ്, അന്നത്തെ നടികൾ നെഗറ്റീവ് അല്ല, ഇങ്ങനെയുള്ള ഒരു കുപ്രസിദ്ധി വരുമെന്ന് പറഞ്ഞിട്ട് ഈ കഥാപാത്രത്തെ ചെയ്യാൻ മടിച്ചിരുന്നു. അങ്ങനെയാണ് അവർ പൊതുവേ ഒരു നൃത്ത സംവിധായകൻ്റെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുന്ന സീമയെ സമീപിക്കുന്നത്. സീമ അതിനുമ്പേ നിഴലേ നീ സാക്ഷി എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് അത് പുറത്തു വന്നില്ല. പിന്നെ അന്നൊരു ശാന്തി എന്നായിരുന്നു അവരെ വിളിക്കുകയും അവർ സിനിമ എടുക്കുകയും അത് തിയേറ്ററിലെത്തി വളരെയധികം വിജയമാവുകയും ചെയ്തു. രവികുമാർ, സോമൻ, കുതിരോട്ടം പപ്പു,
അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ വെച്ചിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ ചിലവ് തൻ്റെ സ്ഥിരം രീതിയിൽ ആ സിനിമ എടുത്തു. മലയാള സിനിമയിലെ നമ്മുടെ സദാചാര സമൂഹം എന്ന് പറയുന്നവരെ നേർക്ക് ഒരു വെല്ലുവിളി പോലെ ആ സിനിമ ഉയർന്ന് വളരെയധികം വിജയം നേടി. സീമ എന്ന നടി മലയാളത്തിലെ ഒരു നായക നടിയായിട്ട് ഉയർന്നു വന്നു. അവളുടെ രാഹുൽ ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചെങ്കിൽ ഇന്നും നമ്മൾ നോക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലെടുത്തൊരു ഇതിഹാസം തന്നെയായിരുന്നു IV ശശിയുടെ കയ്യൊപ്പ് ചേർത്തിയ അവളുടെ രാഹുൽ. മറ്റു പല നിരൂപകന്മാരും അദ്ദേഹത്തെ സെക്സി ചിത്രമെന്ന് വിശേഷിപ്പിക്കുന്നെങ്കിലും അതിൽ നിന്നൊക്കെ ഉപരി കലാപരമായും ഉയർന്ന ഒരു സിനിമ തന്നെയായിരുന്നു അത് നമ്മൾ ആ സിനിമ കണ്ടു നോക്കണം. ഇന്നും അതിലെ പാട്ടുകളും എല്ലാം പാട്ടുകളെപ്പറ്റി വലിയ വിവാദം ഉണ്ടായി. കാരണം ഇവർക്കന്ന് പൈസയില്ല. അപ്പോൾ സാമി എന്ന ചിത്രത്തിലെ ഒരു പാട്ടാണ് രാഗേന്ദു കിരണങ്ങൾ ഒളിവീശിയില്ല എന്നുള്ള പാട്ട്. അത് ഏറ്റവും ഒരുപാട് പഴികെട്ട സിനിമ, പക്ഷേ ഏറ്റവും പറയാനൊന്നുമല്ല. IV ശശി ഏതൊരു കടയിൽ ചായ കുടിക്കാൻ ചെന്നപ്പോൾ ഈ സിനിമ ഈ പാട്ട് കേട്ടപ്പം ഭയങ്കര ഓർക്കസ്ട്ര, ഒരുപാട് വായിൽ തന്നെ ഇതെല്ലാം വന്നു. ഇത് മലയാള സിനിമയിൽ IV ശശിയെ സംബന്ധിച്ചോളം അത്രയൊന്നും പൈസ മുടക്കാനില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഒരു ടെക്നിക്ക് പ്രയോഗിച്ചു. റെക്കോർഡിസ്റ്റ് കണ്ണം പറഞ്ഞ് നിങ്ങൾ ചുമ്മാ ഇരുന്ന് തന്നത് ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സാങ്കേതിക ബുദ്ധിയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കഥയാണിത്. അപ്പോൾ S ജാനകിയെ വിളിച്ച് ഈ പാട്ട് കേൾപ്പിച്ചു. ഒരു ട്രാക്കിൽ S ജാനകിയുടെ ശബ്ദം, അതിൽ ഹമ്മിങ് S ജാനകി കുറച്ചും കൂടെ ലതാ മങ്കേഷ്കർ പാടിയ കൂടി വ്യത്യസ്തമായ രീതിയിൽ ഹമ്മിങ് ആലപിച്ചെടുത്തു. പിന്നെ ട്രാക്കിൽ അന്ന് ഗുണസിംഗ് ഉണ്ട്, ഫ്ലൂട്ട് വായിക്കുന്നേറ്റ്. അന്ന് പിന്നീടത്തേക്ക് മ്യൂസിക് ഡയറക്ടറായി പടയോട്ടത്തിലേക്ക് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ വിളിച്ചു, 2 തബലിസ്റ്റിനെ വിളിച്ചു. എന്നിട്ട് S ജാനകി പാടിയ ഓർക്കസ്ട്ര വിഭാഗത്തിൽ ഈ ഓർക്കസ്ട്രയുടെ ഇടവേളകളിൽ ഫ്ലൂട്ടും തബലയും കുറേ ബിറ്റുകൾ ചേർത്ത്, വയലിന് കുറേ ചേർത്തു. അങ്ങനെ ചെറിയ രീതിയിൽ മറ്റേത് കൂടെ മിക്സ് ചെയ്യുന്ന രീതിയിൽ അതീവമായ ഒരു അവഗാഹം IV ശശി സംവിധായകൻ്റെ, അദ്ദേഹം ചെറുപ്പത്തിൽ സംഗീതം പഠിച്ചുകൊണ്ടായിരിക്കാം അത് മിക്സ് ചെയ്തപ്പോൾ ആരും അറിഞ്ഞില്ല. ആ പാട്ടിൻ്റെ ഇതിൻ്റെയൊക്കെ ഇടവേളകളിൽ IV ശശി തൻ്റെ ഫ്ലൂട്ടും ചെറിയ തബലയും കൂടി കൂട്ടിച്ചേർത്തു. പാട്ട് ഭയങ്കര ഹിറ്റായി. അത് കണക്കിന് ഉണ്ണി ആരാരും എന്നുള്ള 2 പാട്ടുകളും ഹിന്ദിയിൽ നിന്ന് എടുത്തതാണ്. പക്ഷേ ഇത് കണ്ടുപിടിച്ചു. അത് ഹേമമാലിനി എന്ന നടിയുടെ അമ്മ നിർമ്മിച്ച സിനിമ, ജയ ചക്രവർത്തി നിർമ്മിച്ച സിനിമയായിരുന്നു. അവർ കേസ് കൊടുക്കാൻ, പക്ഷേ ഇത് ഇഷ്ടംപോലെ വിജയിച്ചുകൊണ്ട് അവർക്ക് കേസ് ഒത്തുതീർപ്പാക്കി അവർ. പക്ഷെ അങ്ങനെ ഒരു ധൈര്യം IV ശശി കാണിച്ചു എന്ന് പറഞ്ഞാൽ സിനിമ സംഗീതം എങ്ങനെ ഇരിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ ഒരു എങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ തെളിയിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇത്. പിന്നീട് അദ്ദേഹം വന്ന് ഇതാ ഇവിടെ വരെ എന്ന സിനിമയോടുകൂടി അദ്ദേഹം കൊമേർഷ്യൽ സിനിമയിലെ ഒരു വലിയ സംവിധാനമായിട്ട് മാറി. സുപ്രിയയുടെ ബാനറിൽ എടുത്തൊരു സിനിമ, സുപ്രിയയുടെ ആ സമയത്ത് കുറച്ച് നഷ്ടം സഹിച്ച സിനിമ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പത്മരാജൻ്റെ ചെറിയൊരു നോവലാണ് ഇതാ ഇവിടെ വരെ. വളരെ ദൈർഘ്യം കുറഞ്ഞ നോവൽ. അത് കുട്ടനാടൻ പശ്ചാത്തലത്തിലുള്ള ഒരു താറാവ് കർഷകരുടെ കഥയാണ്. അത് മധുസാറിൻ്റെ പൈലി എന്ന കഥാപാത്രം. സോമൻ ചെറിയ റോളുകളിൽ നിന്നും നെഗറ്റീവ് റോളുകളിൽ നിന്നും മാറി, നെഗറ്റീവ് ആണെങ്കിൽ പോലും നായക സ്ഥാനത്തേക്ക് സോമനെ പ്രതിഷ്ഠിച്ച ആദ്യത്തെ സിനിമയും കൂടാണ്. രാമേന്ദ്രബാബുവിൻ്റെ ഛായാഗ്രഹണം, പത്മരാജൻ്റെ തിരക്കഥ. വളരെ ചെറിയ ഒരു ചിത്രം ഇട്ട് കണ്ടപ്പോൾ 1.25-1.5 മണിക്കൂറേ ഉള്ളൂ. പിന്നീടാണ് നമ്മുടെ സാഹസിക നായകൻ ജയൻ വരുന്നത്. ജയൻ IV ശശി ആ സമയത്ത് ഒന്ന് കണ്ടിരുന്നു. അപ്പോൾ ഈ സിനിമയ്ക്ക് കുറച്ച് ലെങ്ത് കൂട്ടാൻ വേണ്ടി ഈ സോമൻ തൻ്റെ നാട്ടിലേക്ക് വർഷങ്ങൾക്ക് ശേഷം വിശ്വനാഥൻ എന്ന കഥാപാത്രം വരികയാണ്. അപ്പോൾ അതൊരു കടത്ത് വള്ളത്തിലാണ് വരുന്നത്. കടത്ത് വള്ളത്തിൽ എങ്ങോട്ടാണ് പോകുന്നത്? ഇതാ ഇവിടെ വരെ. അപ്പോൾ ഇതിനു മുമ്പന് ഒരു പാട്ടുണ്ട്, ഇതാ ഇതാ ഈ വീടേ വരെ എന്നൊരു ഗാനമുണ്ട്. ആ ഒരു പാട്ടും കൂടെ ചേർത്തിട്ടാണ് ഈ സിനിമ ലെങ്ത് തികച്ചത്. അങ്ങനെ ലെങ്ത് തയ്ക്കാൻ വേണ്ടി ജയൻ്റെ സാമീപ്യം ഉപകരിച്ചു. പക്ഷെ ജയനും അതോടുകൂടി ഒരു വലിയ ഹീറോ ആയിട്ട് മാറി. സോമൻ IV ശശി തന്നെ കുറേ സിനിമകളിൽ വില്ലനായിട്ടും അനുഭവത്തിലൊക്കെ വില്ലനായിട്ട് വന്നു. നമ്മൾ നേരത്തെ അനുഭവത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അനുഭവം ആ വർഷം അടിയന്തരാവസ്ഥക്കാലത്തെടുത്ത പടമാണ്. അത് മിസ്സിസ് തോമസ് എന്ന ഷീലയുടെ കഥാപാത്രമായിരുന്നു. ഷീലയുടെ ഒരു തിരിച്ചു വരവും കൂടി. ഷീല കുറേ നാളങ്ങനെ പടങ്ങളിങ്ങനെ കുറഞ്ഞിരിക്കുന്ന സമയത്താണ് ഷീല, ഒരു മധ്യവയസ്ക സ്ത്രീയുടെ കഥയാണ്, ഷെരീഫിൻ്റെ. അവർ തൻ്റെ ഭർത്താവ് മരിച്ചു, ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീയാണ്. അവർ ഓരോ വില കൂടിയ ഉപകരണങ്ങൾ കൊണ്ടു കൊടുക്കുക, ബാറിൽ നിന്നും പോയി മദ്യം കഴിക്കുന്ന ഒരു സ്ത്രീയുടെ കഥ. അന്ന് വരെ നമ്മൾ കാണാത്തൊരു കഥ. ഷീലയുടെ മകൾ ജയഭാരതി, വിൻസെൻ്റ് തൊട്ട് താഴെ വിൻസെൻ്റ് ജയഭാരതി പ്രേമമാണ്. പാകപ്പൂ മരം ചൂടും, അങ്ങനെയുള്ള പാട്ടുകളൊക്കെയുള്ള അനുഭവം. ഒരു മലരിൽ ഒരു തളിരിൽ കുരുവികളോശാന പാടും, അങ്ങനെ ഹിറ്റ് പാട്ടടങ്ങിയ ഒരു സിനിമ അനുഭവം. പക്ഷേ സെൻസർ ബോർഡ് ഒരുപാട് കട്ടുകൾ ചെയ്തു. അടിയന്തരാവസ്ഥ കാലമാണ്, മദ്യപിക്കുന്ന സീനുകളൊക്കെ ഒഴിവാക്കി. ഷീല ഇങ്ങനെ മിസ്സിസ് തോമസ് കഥാപാത്രം മദ്യം വെച്ചിട്ട് കഴിക്കണം വേണം ആ അതിഗംഭീരമായ ഷോട്ടുകളിൽ കൂടെ. പക്ഷേ മദ്യത്തിൻ്റെ ഷോട്ടുകൾ കട്ട് ചെയ്തപ്പം അത് നിർജീവമായി പോയി.
ഷീല എന്ന നടി തന്നെ പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും നല്ല ക്യാരക്ടറാണെന്ന്. ആ വർഷത്തെ ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് അവർക്കാണ് കിട്ടിയത്. അതിൽ ജയഭാരതി സ്വന്തം മകളെ ക്രിസ്മസ് രാത്രിയിൽ സോമൻ എന്ന കഥാപാത്രം ബലാത്സംഗം ചെയ്യുന്ന ഒരു സീനുണ്ട് അതിനകത്ത്. അതൊക്കെ മലയാള സിനിമയിൽ ഈ കട്ടുണ്ടെങ്കിലും മലയാള സിനിമയിൽ ഒരു വലിയ അധ്യായമായിട്ട് മാറി. അങ്ങനെ വലിയ താരങ്ങൾ വെച്ച് പടം എടുക്കാനായിട്ട് ക്ഷണിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഇതാ ഇവിടെ വരെ, പിന്നീട് ഇതാ ഒരു മനുഷ്യൻ, ഒരുപാട് മധുസാറിനെ പ്രേം നസീറിനെ വെച്ച് ഇന്നലെ ഇന്ന്, അങ്ങനെ ഒരുപാട്. പിന്നെ മലയാള സിനിമയിൽ ഏറ്റവും വില കൂടിയ സംവിധാനമായിട്ട് മാറി, ഏറ്റവും വലിയ സെറ്റുകൾ ഉപയോഗിച്ചു. അങ്ങനെ പ്രത്യേക രീതിയിലുള്ള സംവിധാനം. പിന്നീടാണ് അദ്ദേഹം ഈ നാടെന്നൊരു പടം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയാർജിച്ചോടി. ഈ നാടെന്നൊരു അന്ന് വരെ മലയാള സിനിമയിൽ ആ ജിയോ കുട്ടപ്പൻ അദ്ദേഹത്തെ ദേവരായ മാസ്റ്റർ പറഞ്ഞ് ജിയോ കുട്ടപ്പൻ ഇങ്ങനെ സംവിധായകനുണ്ട്. ഇതാ ഇവിടെ റഷസ് കണ്ടിട്ടാണ് ദേവരായ മാസ്റ്റർ കുട്ടപ്പൻ്റെ അടുത്ത് പറയുന്നത് ശശി എന്നൊരു സംവിധായകനുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അങ്ങനെയാണ് ഇനിയും പുഴയൊഴുക്കുന്ന പഴം എടുക്കുന്നത്. അതിനുശേഷമാണ് പണ്ട് തൻ്റെ പടം വിതരണത്തിന് എടുക്കേണ്ടെന്ന് പറഞ്ഞ് ജിയോ കുട്ടപ്പനാണ് തന്നെ വിളിക്കുന്നത്. അതാണ് വിധിയുടെ വേറൊരു നിയോഗം എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം ഈ നാട് സിനിമ മലയാളത്തിൽ അന്ന് വരെയുള്ള അതൊരു കുറേ ബിറ്റുകൾ, ആ വാർത്തകളൊക്കെ ചേർത്ത് നമ്മുടെ രാഷ്ട്രീയ രംഗവും അഴിമതികളും ചേർത്ത് എങ്ങനെ ഒരു പത്രം വായിക്കുന്ന പ്രതീതിയായിരുന്നു. അപ്പം അന്നേരം പറഞ്ഞ് അത് ഇതിലൊരു നായകനില്ലല്ലോ. അപ്പോൾ ടി ദാമോദരൻ മാഷ് ആദ്യമായിട്ട് തിരക്ക് ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ ഷെരീഫുമായിട്ട് കുറച്ച് തെറ്റി നിൽക്കുന്ന സമയത്താണ് ഏതോ ഒരു സിനിമ ഹിന്ദിയിലാക്കുന്നതിൻ്റെ അവകാശത്തെ പറ്റിയുള്ള പിണക്കമായിരുന്നു. അവരങ്ങനെ മാറി നിൽക്കുന്ന സമയത്താണ് ടി ദാമോദരൻ മാഷെ പരിചയപ്പെടുന്നത്. ടി ദാമോദരൻ മാഷിൻ്റെ അതിശക്തമായ സംഭാഷണങ്ങൾ കൊണ്ടും വ്യത്യസ്തമായ രീതികൾ കൊണ്ടും ഒരു 4-5 സിനിമയുടെ സീനുകളുണ്ടായിരുന്നു. അത് കട്ട് ചെയ്തിട്ട് റീൽ കുറച്ചിട്ടാണ്. പക്ഷേ ഈ സിനിമ അതിഗംഭീരമായി വിജയിച്ചു. ഒരു നടനും നായകനായിട്ടില്ല, ഒരു നടിയും നായകൻ, എല്ലാവർക്കും നായക കഥാപാത്രം, എല്ലാവർക്കും ഒരു ചെറിയ കഥാപാത്രം പോലും വ്യക്തിത്വമുണ്ട്. അങ്ങനെ സിനിമ മലയാളത്തിൽ ആദ്യമായിട്ടാണ്. ഇത്രയേറെ എനിക്കൊന്ന് ഒരു ഫ്രെയിമിൽ ഏകദേശം 20 താരങ്ങൾ വരുന്നൊരു സീനുണ്ടായിരുന്നു. അങ്ങനെ ഇത്രയും താരങ്ങൾ ഇത്രയും വലിയ ക്യാൻവാസിൽ ചിത്രം ചെയ്യാനുള്ളൊരു കഴിവ് ഐ.വി. ശശിക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഏത് ജനക്കൂട്ടത്തെയും തൻ്റെ മെഗാഫോൺ കയ്യിലെന്ത് നിയന്ത്രിക്കാൻ പ്രത്യേക ചാതുര്യമായിരുന്നു. അത് ഭയങ്കര കണ്ടിന്യൂറ്റി തെറ്റാൻ നോക്കണം എന്ന്. അങ്ങനെ എല്ലാം കൊണ്ടും മലയാള സിനിമയിലെ ഒരു ബൃഹത്തായ സ്ക്രീനിൽ സിനിമ ഒരുക്കുന്ന ജനകീയ സംവിധാനങ്ങൾ ഐ.വി. ശശി വളർന്നു. അങ്ങനെ മലയാളത്തിലും തമിഴിലും എന്നുവേണ്ട രജനീകാന്തിനെയും കമലഹാസനെയും വെച്ച് മലയാളത്തിൽ ഒരേ ഒരു സിനിമ എടുത്ത ഐ.വി. ശശിയാണ്, അലാവുദ്ദീൻ അത്ഭുത വിളക്കും. ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രം അതാവേണ്ടതാണ്. പക്ഷേ അപ്പച്ചൻ അതിനുമുമ്പ് തന്നെ ആ പടം എടുത്തുകൊണ്ടാണ് ആ സിനിമാസ്കോപ്പ് ഐ.വി. ശശിക്ക് ആ പദവി നഷ്ടമായത്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പടം ചെയ്ത ശശികുമാർ സാറ് 2ാം സ്ഥാനം ഐ.വി. ശശിക്കാണ്. അങ്ങനെ വ്യത്യസ്തങ്ങളെ പടങ്ങൾ ചെയ്യുകയും അവാർഡ് മോഡൽ പടം അദ്ദേഹം ഒരിക്കൽ കൂടി ഒരു പടം എടുത്തിട്ടുണ്ട്. എങ്ങനെ പടം എടുക്കാമെന്ന് മലയാളത്തിലെ എല്ലാ നടികടന്മാരെ വെച്ചും നടന്മാരെ വെച്ചും പടം എടുത്ത ഒരു മമ്മൂട്ടിയുടെ ഒരുപാട് പടം, ആവനാഴി, ഇൻസ്പെക്ടർ ബദ്രം, വാർത്ത, ഒരുപാട് സിനിമകൾ എടുത്ത ഒരു സംവിധാനമാണ് അദ്ദേഹം. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ് എല്ലാ ജിയോ കുട്ടപ്പൻ അവർക്ക് വേണ്ടിയുള്ള പടം എടുക്കുകയും മലയാള സിനിമയെ പ്രത്യേക സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് ദേവാസുരം എന്ന പടം മോഹൻലാലിൻ്റെ സിനിമയിലെ ഭയങ്കര കരിയറിന് ഉയർച്ചയില്ലായിരുന്നു. മോഹൻലാലിനെ മമ്മൂട്ടി എന്നുള്ള വ്യത്യസ്തങ്ങളെ രീതികളിൽ പങ്കെടുപ്പിച്ച് കഥകളി പറ്റി ഒരു എം.ഡി. വാസുദേവൻ നേരെ കുറേ പടങ്ങൾ എടുക്കുകയും ചെയ്തു. ആൾക്കൂട്ടത്തിൽ തനിയെ, പിന്നെ കൃഷ്ണയിലാണ് മമ്മൂട്ടി എന്ന നടൻ ഉയരുന്നത്. രതീഷിൻ്റെ അഭാവത്തിൽ മമ്മൂട്ടിക്ക് റോള് കൊടുത്തു. മമ്മൂട്ടിയുടെ നായക നിരയിലേക്കുള്ള കെജിയോർ കൊണ്ടുവന്നെങ്കിലും മമ്മൂട്ടിയുടെ നായക സിനിമയിൽ കൂടുതൽ ഐ.വി. ശശിയുടെ ഒരു സ്ഥാനമുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും വ്യത്യസ്തങ്ങളെ മമ്മൂട്ടി, മോഹൻലാൽ, എം.ഡി. വാസുദേവൻ നായരുടെ ഷെരീഫ് എത്തി വ്യത്യസ്തങ്ങളെ തിരക്കഥാകൃത്തുക്കളെയും ഒക്കെ ഉപയോഗിച്ച സിനിമ. അദ്ദേഹം പിന്നെ കുറേ ഗ്യാപ്പ് വന്നു. ക്യാൻസർ ബാധിതനെ അദ്ദേഹം മരണമടഞ്ഞു. അതിനുമുമ്പ് അദ്ദേഹത്തിന് ജെ.സി. ഡാനിയൽ അവാർഡ് കിട്ടുകയും ചെയ്തു. അങ്ങനെ മലയാള സിനിമ ധന്യനാക്കിയ അദ്ദേഹത്തിന് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. അടുത്ത എപ്പിസോഡിലേക്ക് വേറെ കുറേ ആൾക്കാർ നമ്മൾ അവതരിപ്പിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റുകൾ ഇടുക.